നഷ്ടപ്പെടുത്തി. ഒരു 95% നീ അന്ന് നഷ്ടപ്പെടുത്തി. അന്നൊരു പ്രാപ്തിയും പക്വതയില്ല. നീ വന്ന് പബ്ലിക്കിന്റെ മുമ്പ് പറയണം. നീ എത്രാമത്തെ വയസ്സിലടാ എന്നെ കെട്ടിയത്? സ്വന്തം ബെഡ്റൂമിൽ മറ്റുള്ളവരെ വിളിച്ചോണ്ട് പോയ മോനലടാ നീ. ഏതെങ്കിലും പട്ടിക്കുണ്ടായനെ ഏതെങ്കിലും പട്ടില് ചെയ്യോടാ. ഞാൻ ഒരു കാര്യം പറഞ്ഞ സ്വന്തം പെണ്ണോട്ട് കിടക്കുന്ന ബെഡ്റൂമിനകത്ത് വേറെ എവനെയും കൊണ്ട് പോകൂടാ കള്ളം കുടിച്ചിട്ട്. അല്ലപ്പാ, ഈ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഈ താങ്കള് എങ്ങനെയാണ് ഇവളെ കല്യാണം കഴിച്ചെന്ന് നന്നായിട്ട് പറയുന്നുണ്ടല്ലോ. ഇവളെ കട്ടിൻ്റെ അടിയിലേക്ക് താങ്കളല്ലേ കള്ളും കുടിച്ച് വന്നിന്. എന്നിട്ട് കള്ളും കുടിച്ച് ഇവളെ കട്ടിൻ്റെ അടിയിൽ നിന്ന് ഇവളെ ഉപ്പയും ഉമ്മയും കൂടെ താങ്കളെ പൊക്കി. ഇത് മാന്യനായ ഒരാളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ താങ്കളെ പോലത്തെ ആൾക്കാർ പറയേണ്ട വർത്താനല്ലേ ഇത്. അവൻ കള്ളും കുടിച്ച് ഒരു താഹാന്ന് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല, ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല. നോക്കിയപ്പോ എന്റെ റൂമിനകത്ത് എനിക്ക് കുളിക്കാൻ ഡ്രസ്സ് എടുക്കണം. എന്റെ റൂമിനകത്ത് അവൻ സിഗരറ്റ് വലിച്ചേ എന്റെ ഡ്രസ്സിൽ. പിന്നെ രണ്ടും ഒരേ മരക്കഴുതകളാണ്, ഈ ഷാനും ഈ നെജിലയും. ഇവൾക്ക് എന്താണ് യൂട്യൂബ് പറയേണ്ടതെന്നൊന്നും അറിയില്ല. ഇവള് ഇങ്ങനെ തന്നെ പല ആൾക്കാരും പല കുറ്റവും പറയും. അതിന് ചുക്കാൻ പിടിക്കാനൊരു ഷാൻ എന്നൊരു കെട്ടിയവനും. രണ്ടിനും ഒരേ ക്വാളിറ്റിയാണ്. അന്നേരം പിന്നെ രണ്ടാളെ സംസാരം എങ്ങനെ ഉണ്ടാവുമെന്ന് അതെല്ലാവർക്കും മനസ്സിലാവും. ആ കത്ത് എന്തായാലും നാളെ ഞാൻ ഇടുന്നുണ്ട് പബ്ലിക്കിൽ. എന്തായാലും വാപ്പാന്ന് പറഞ്ഞ അധികാരം. എടാ 5000 കുണുവ എന്തേരനുണ്ടടാ. ഒരു മാസം എത്ര ചെലവാണെന്നറിയാനൊക്കെ. ഇവളെ ആദ്യം കെട്ടിയ ഭർത്താവിന് 100,000 കുറ്റം പറയും ചെയ്യും. എന്നിട്ട് അയാൾക്കുണ്ടായ ആ മകൾക്ക് ചെലവിന് കൊടുക്കാത്തതിന് അതിനും പറയും. ഇപ്പം ഇങ്ങനെയൊക്കെ അടികൂടിയിട്ട് ആ കുട്ടിക്ക് ചെലവിന് കൊടുത്ത പൈസ വാങ്ങിയിട്ട് വേണം ഇയാൾക്ക് ആദ്യം കള്ളുടിക്കാൻ. ഈ ഷാൻ എന്ന് പറയുന്ന ചങ്ങായിക്ക്. നീ ഒരു മര്യാദ ഇല്ലോനാണെങ്കിലല്ല ആരെ പൈസയും വാങ്ങാണ്ട് പോയിട്ട് ആ മക്കളെ നല്ല നിലയിൽ നോക്കണം. ഒരു വട്ടം ENT കൊണ്ട് കാണിച്ചിട്ട് 2000-2200 രൂപ അവളെ മരുന്ന് ഉൾപ്പെടെ. പിന്നെ ഇവളെ ഈ ഒരു ENT ഡോക്ടറെ കഥ പറഞ്ഞില്ല. ആ മോളെ ENTക്ക് കൊണ്ടുപോയി കാണിച്ചാൽ 2000-2500 രൂപയാവും. ഇത് ഇവർ രണ്ടാൾ വരുത്തി വെച്ച രോഗം. കാരണം അന്നേരം ഒരു വീഡിയോൻ്റെ താഴേക്ക് കമൻറ്റ് ഞാൻ വായിച്ചതാണ്. അവർ പറയുന്ന കേട്ടിന് ഈ ഷാൻ എന്ന് പറയുന്ന തെണ്ടി ആ മസൂറ എന്ന് പറയുന്ന കുട്ടിയുടെ ചെവിട്ടിലേക്ക് വെള്ളം കോരിച്ചത്. അത് ഈ ഉമ്മയായ ഇവള് ഈ നാറി നോക്കി നിൽക്കുകയാണ് ആ ക്രൂരത ആ കുട്ടീനെ ചെയ്തത്. അതുപോലെ മറ്റെന്തോ ഒരു ക്രൂരത ചെയ്തത് കൊണ്ടാണ് ആ കുട്ടി ഇപ്പം ഇവരെ കൂടെ താമസിക്കാത്തത്. ഫോട്ടോ ഇട്ടൊരു കാര്യമുണ്ട്. അവിടെ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാ സിലബസ് സ്കൂളിൽ പഠിപ്പിച്ചാണ് കാണിട്ട് സ്റ്റേറ്റ് സിലബസുള്ള ഒരുപാട് സ്കൂളുകളുണ്ട്. നീ ഒന്ന് പഠിപ്പിച്ചാണ്. ഇപ്പം പള്ളിയുടെ ഫ്രണ്ടിൽ പോലും അല്ലാതെ കാത്തു കെട്ടിക്കിടന്ന് എന്റെ ഉമ്മ എന്ന് പറഞ്ഞ അവർക്ക് എന്താണ് ഭയങ്കര ഉത്തരവാദിത്തങ്ങളാണ്. അപ്പുറത്തൂടെ വണ്ടി പോകും, അവിടെ കാത്തു കെട്ടിക്കിടക്കുക, തിരിച്ചു കൊണ്ടുവരിക. ഏത് പട്ടിക്കും പറ്റൂടാ ഇതിനൊക്കെ സ്കൂളിൽ കൊണ്ട് ചേർക്കായി. നിനക്ക് നീ ആണെങ്കിൽ നീ കൊച്ചിനെ നല്ലോണം പഠിപ്പീര്. സത്യത്തിൽ ഇത് രണ്ടും പഠിച്ച കള്ളികളാണ്. കാരണം ഇങ്ങനെയൊരു വാശി പിടിച്ചാലല്ലേ അയാൾ പോയിട്ട് അയാളെ കുട്ടീനെ നല്ല സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കും. അപ്പം ഇവളെ മോക്ക് ഇതുപോലത്തെ വാശി പിടിപ്പിച്ചിട്ട് നല്ലൊരു വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയുള്ള ഒരു അടവായത്. കാരണം കൈ നനയാതെ മീൻ പിടിക്കാലോ ഇവർക്ക് രണ്ടാക്കും. അതിനു വേണ്ടി ചെയ്യുന്ന അടവാണ്. ഇത് രണ്ടും പഠിച്ച കള്ളികളാണ്. വെല്ലുവിളിച്ചാണ് ചോദിക്കണം. നീ വലിയ താളം പറയുന്നല്ലേ, പഠിപ്പിച്ച് കാണിച്ച പരനാറിയുടെ കൂടെയാണ് ഇവളെ ജീവിതം. എന്നിട്ടും പിന്നെയും ഇവള് മറ്റുള്ളവരെ നാറിന്ന് വിളിക്കണം കേട്ടോ. അപ്പം ഏതാണ് നാറി എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രണ്ട് നാറികളായത്. അപ്പം എന്താ പറയുക, പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, ഒരു മുറം അരമുറത്തെ കളിയാക്കുന്ന. പിന്നെ രണ്ട് കാലിന് എന്നാണ് മന്തുള്ളവർ ഒരു കാല് മന്തുള്ളവരെ കളിയാക്കുന്നത്. അതുപോലെയാണ് ഇത്.